നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന പോലെയല്ല, കുറച്ചൊന്ന് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്തതെടുക്കാനായിട്ട് നോക്കിക്കോളണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മുട്ട, ഏലക്ക, പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് മൈദയാണ് വേണ്ടത്. കൂടെ തന്നെ വർമസലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീരെ കട്ടി കുറഞ്ഞ നല്ല തിന്നായിട്ടുള്ള വർമസലയായാലും കുനാഫ വർമസലയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വർമസലയായാലും കുഴപ്പമില്ല കേട്ടോ, ഏതായാലും. അപ്പോൾ ഇനി നമുക്ക് ഓരോ പീസും ആദ്യം മൈദയിലൊന്ന് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ആ ഒരു കവർ ചെയ്തെടുക്കുന്നത് വർമസല കൊണ്ടാണ്. എല്ലാ പീസും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പാരസൻസ് അതിഥിയുടെ സൺഫ്ലവർ ഓയിലാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനികളിലൊന്നാണ് കേട്ടോ പാരസൻസ് ഗ്രൂപ്പ്. മാത്രമല്ല കേരളത്തിലും സൺഫ്ലവർ ഓയിലിൽ ഏക റിഫൈനറി ഉള്ളതും പാരസൻസ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിഥി സൺഫ്ലവർ ഓയിലിൽ നമ്മൾ എന്ത് തന്നെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ട് സൈഡും ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. മൂത്ത് കിട്ടണം ചെറുതായിട്ട്, നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടി കഴിക്കാനായിട്ട് നോക്കിക്കോളണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മറ്റേ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്